വാഗമണ്ണിൽ നിന്ന് കോട്ടയത്തേക്ക് സ്വന്തം കാറിൽ പോവുകയായിരുന്നു സുനിമോൻ എന്ന വ്യക്തിയും കുടുംബവും. വണ്ടി ഓടിച്ചിരുന്നത് പുള്ളിയുടെ ഭാര്യയാണ്. ഇവിടെ ഈരാറ്റുപേട്ട ടൗണിലെത്തിയപ്പോൾ ദാ വരുന്നു ഒരു 14-15 വയസ്സ് മാത്രം പ്രായമുള്ള 2 പൊടിമീശക്കാർ. ഒരു സുരക്ഷാ മാനദണ്ഡവും ഇല്ലാതെ വണ്ടി ഓടിക്കാൻ പോലും അറിയാത്ത ഈ 2 എരപ്പകൾ, അതെ എരപ്പകൾ തന്നെ, ഒരു ആക്റ്റീവ സ്കൂട്ടറും എടുത്ത് സുനിലിന്റെ കാറിന്റെ മുന്നിലേക്ക് പാഞ്ഞു വരികയാണ്. ഈ എരപ്പകളെ ഇടിക്കാതിരിക്കാൻ വേണ്ടി സുനിലിന്റെ ഭാര്യ സഡൻ ബ്രേക്കിട്ടപ്പോൾ പുറകിൽ വന്ന മറ്റൊരു വാഹനം സുനിലിന്റെ വണ്ടിയിൽ വന്ന് ഇടിച്ചു. പോലീസ് വരുന്നത് വരയ്ക്കും ആ കുട്ടികളെ നിയമത്തിന് മുന്നിൽ എത്തിക്കാൻ വേണ്ടി സുനിൽ ആ സ്കൂട്ടറിന്റെ ചാവി എടുത്തു മാറ്റി. തെറ്റ് ചെയ്ത, ലൈസൻസ് ഇല്ലാത്ത ആ പിള്ളേരുടെ ചെവുകുറ്റി നോക്കി ഒന്ന് പൊട്ടിക്കുന്നതിന് പകരം അവിടെ ഓടിക്കൂടിയ നാട്ടുകാർക്ക് മുഴുവൻ കലിപ്പും സുനിലിനോടായി. പിന്നെ നടന്നത് ഈ ന്യൂനപക്ഷങ്ങളുടെ പക്കാ ഗുണ്ടായിസമാണ്. ഒരു ന്യൂനപക്ഷം ശക്തമായപ്പോൾ അവിടെ ഉണ്ടായ കാട്ടുനീതി എന്താണെന്ന് കേരളത്തിന് അവർ കാണിച്ചു കൊടുത്തു. പോലീസ് എത്തുന്നതിന് മുന്നേ തന്നെ ഈ തെമ്മാടിത്തരം കാണിച്ച പിള്ളേരെ അവിടെയുള്ള ചിലർ സുരക്ഷിതമായി വീടുകളിൽ എത്തിച്ചു. ഈരാറ്റുപേട്ടയിലെ ഇത്തരം അദൃശ്യ നിയമങ്ങളെക്കുറിച്ച്, സമാന്തര കോടതികളെക്കുറിച്ച് മുതിർന്ന നേതാവ് PC ജോർജ് മുമ്പ് പലതവണ തൊണ്ട പൊട്ടി പറഞ്ഞിട്ടുണ്ട്. അന്ന് കേരളത്തിലെ ബുദ്ധിജീവികൾ മുഴുവൻ അദ്ദേഹത്തെ ഒരു പ്രത്യേക മതത്തിനെതിരെ സംസാരിക്കുന്ന വർഗീയവാദിയായി മുദ്രകുത്തി ഒതുക്കാൻ നോക്കി. അത് ഇപ്പോഴും എപ്പോഴും അത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഏറ്റവും വലിയ ശക്തിയും ആയുധവും അത് തന്നെയാണ്. സത്യം പറയുന്നവരെ വർഗീയവാദി എന്ന് മുദ്രകുത്തി വാടപ്പിക്കുന്ന ഒരുതരം ചീപ്പ് ബിഹേവിയറാണ് ഇത്.